പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് മെയ് 27 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയാൻ വേണ്ടി നമ്മളിന്ന് സമയം കണ്ടെത്തിയേ പറ്റൂ. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഏഷ്യൻ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ജിംനാസ്റ്റ് ആരാണ്? ദീപ കർമാക്കർ. ജിംനാസ്റ്റിക്കിലെ അറിയപ്പെടുന്ന ഒരു പ്രൊഫഷണൽ താരമാണ് ദീപ കർമാക്കർ. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് തന്നെ പലപ്പോഴും പല ഈവന്റിലും മെഡൽസ് നേടുന്ന താരമാണ് ദീപ കർമാക്കർ. ഈ കഴിഞ്ഞ ഒളിമ്പിക്സിലും പങ്കെടുത്തിട്ടുള്ള ഒരു താരം ദീപ കർമാക്കർ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ദീപ കർമാക്കർ മെയ് 26 നടന്നിട്ടുള്ള ഏഷ്യ വിമൻസ് ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം കരസ്ഥമാക്കി. ഇന്ത്യക്ക് ആദ്യത്തെ ഒരു സ്വർണമാണ് ഇത്തരത്തിലുള്ള ഒരു ഈവന്റിൽ ദീപ കർമാക്കർ നേടിയിട്ടുള്ളത്. ഇപ്പൊ 8 പേരാണ് ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നത്. ആ 8 പേരിൽ 13.566 സ്കോർ നേടിക്കൊണ്ട് ദീപ കർമാക്കർ ആ 8 പേരിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ വരാൻ സാധിച്ചു. ഇതിലൂടെയാണ് ദീപ കർമാക്കറിന് ഗോൾഡ് മെഡൽ നേടാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു കോമ്പറ്റീഷനിൽ രണ്ടാം സ്ഥാനത്ത്, അതായത് സിൽവർ നേടിയിട്ടുള്ളത് നോർത്ത് കൊറിയയിലെ കിം സൺ യാങ്ങും, ബ്രോൺസ് നേടിയിട്ടുള്ളത് നോർത്ത് കൊറിയയിലെ തന്നെ ജോ യോങ് ബ്യോൾ ആണ്. അപ്പൊ കൊറിയൻസ് ആണ്, അതുപോലെ തന്നെ റഷ്യൻസ് ആണ് ഇത്തരത്തിലുള്ള ജിംനാസ്റ്റിക്കിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ ഈ ഒരു സ്ഥാനത്തേക്ക് ഗോൾഡ് മെഡൽ നേടിക്കൊണ്ട് ഇന്ത്യ ഇപ്പോൾ ഈ ഒരു മേഖലയിലും ആധിപത്യം പുലർത്താനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പൊ 2015 കർമാക്കർ ഹിറോഷിമയിൽ നടന്നിട്ടുള്ള മത്സരത്തിൽ ബ്രോൺസ് നേടിയിരുന്നു. ഇപ്പോൾ 9 വർഷത്തിന് ശേഷം ഇപ്പോൾ സ്വർണം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇതേ ഈവന്റിൽ തന്നെ. അതായത് 2015 ബ്രോൺസ് നേടിയിട്ടുള്ള ദീപ കർമാക്കർ നിരന്തരമായിട്ടുള്ള ഒരു പ്രയത്നം കൊണ്ട് മാത്രമാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏഷ്യൻ വിമൻസ് ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം കരസ്ഥമാക്കിയത്. ഇത് ശരിക്കും നമുക്കൊരു മെസ്സേജ് തന്നെയാണ്. അതായത് ഏതെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾ വീണ്ടും സ്ഥിരമായിട്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നതിനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ദീപ കർമാക്കർ നൽകിയിട്ടുള്ളത്. ഈ മത്സരം നടന്നിട്ടുള്ളത് ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കണ്ടിലാണ്. കേൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രിക്സ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? പായൽ കപ്പാടിയ. ഇപ്പൊ ഇന്ത്യക്ക് ആദ്യമായിട്ട് ഒരു അവാർഡ് നേടിക്കൊടുത്തത് പായൽ കപ്പാടിയാണ് കേൻ ഫിലിം ഫെസ്റ്റിവലിൽ. ഇപ്പൊ കേൻ ഫിലിം ഫെസ്റ്റിവൽ ഇത് ഫ്രാൻസിലാണ്. ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ പറയുമ്പോൾ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ഒരു ഫിലിം ഫെസ്റ്റിവൽ ആണ് ഫ്രാൻസിലെ കേൻസ് ഫിലിം ഫെസ്റ്റിവൽ. ഈ മത്സരത്തിൽ FTTII അലൂമിനി, അതായത് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻഡസ്ട്രി, പൂനെയിലുള്ള ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻഡസ്ട്രിയിലെ അലൂമിനി ആയിട്ടുള്ള പായൽ കപ്പാടിയാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു അവാർഡ് നേടുന്നത്. ഇതിനു മുമ്പ് 30 വർഷം മുമ്പ് ഷാജി N കരുണിന്റെ സ്വാഹം എന്ന ചിത്രം ഒരു അവാർഡിന് വേണ്ടി ശ്രമിച്ചിരുന്നു. അത് 30 വർഷത്തിന് ശേഷം ഇപ്പോൾ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻഡസ്ട്രിയിലെ അലൂമിനി ആയിട്ടുള്ള പായൽ കപ്പാടിയാണ് ഇന്ത്യക്ക് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു അവാർഡ് നേടിക്കൊടുത്തത്. ഈ പ്രാവശ്യത്തെ കേൻ ഫിലിം ഫെസ്റ്റിവലിൽ 2 പേർക്കാണ് ഇന്ത്യയിൽ നിന്ന് അവാർഡ് ലഭിച്ചത്. ഒന്ന് ഒരു ആക്ട്രസിനും മറ്റൊന്ന് സിനിമാറ്റോഗ്രാഫറാണ്. പായൽ കപ്പാടിയ ഒരു സിനിമാറ്റോഗ്രാഫറാണ്. 77ാമത്തെ ആനുവൽ കേൻ ഫിലിം ഫെസ്റ്റിവൽ ഇത് നടന്നിട്ടുള്ളത് മെയ് 14 മുതൽ 25 വരെയാണ്. ഇപ്പൊ മെയ് 14 മുതൽ 25 വരെ നടന്നിട്ടുള്ള ഫിലിം ഫെസ്റ്റിവൽ ഫ്രാൻസിലെ ഇതിലാണ് 2 ഇന്ത്യൻസിന് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഈ ഫിലിമിന്റെ ജൂറിയായിരുന്നു അമേരിക്കൻ ഫിലിം മേക്കറും ആക്ട്രസുമായിട്ടുള്ള ഗ്രേറ്റ ഗെർവിഗ്. കേൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അനസൂയ സെൻഗുപ്ത. സിനിമാറ്റോഗ്രാഫറിനെ പായൽ കപ്പാടിക്ക് ലഭിച്ചപ്പോൾ ആക്ട്രസിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത് അനസൂയ സെൻഗുപ്തയാണ്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരിക്ക് ഇത്തരത്തിലുള്ള ദ ബെസ്റ്റ് ആക്ട്രസ് എന്ന അവാർഡ് കേൻ ഫിലിം ഫെസ്റ്റിവലിൽ ലഭിച്ചിട്ടുള്ളത്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അവാർഡ് തന്നെയാണ്. ഇന്ത്യക്ക് എന്നും ഓർക്കാൻ സാധിക്കുന്ന ദ ഫസ്റ്റ് ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് അനസൂയ സെൻഗുപ്ത. ഷെയിംലെസ് എന്ന ചിത്രത്തിലാണ് അനസൂയ ഗുപ്തയ്ക്ക് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഈ ഷെയിംലെസ് എന്ന ചിത്രം ഇതിന്റെ ഡയറക്ടറാണ് കോൺസ്റ്റാന്റിൻ ബൊചാനോ ഡയറക്ട് ചെയ്തിട്ടുള്ള ഷെയിംലെസ് എന്ന ചിത്രത്തിനാണ് ദ ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് അനസൂയ സെൻഗുപ്തയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിന്റെ കഥ എന്ന് പറയുമ്പോൾ ഡൽഹിയിലെ ഒരു വേശ്യാലയത്തിൽ വെച്ച് ഒരു പോലീസുകാരനെ കുത്തുകയും അതിനുശേഷം ആ സ്ഥലത്ത് നിന്ന് ഒളിച്ചോടി പോവുകയും ചെയ്തിട്ടുള്ള ഒരു കഥയാണ് ഷെയിംലെസ് എന്ന ചിത്രം. മെയ് 14 മുതൽ 25 വരെയാണ് 77ാമത്തെ ആനുവൽ കേൻ ഫിലിം ഫെസ്റ്റിവൽ ഫ്രാൻസിൽ നടന്നിട്ടുള്ളത്.
ഇപ്പൊ 77ാമത്തെ കെയ്ൻ ഫിലിം ഫെസ്റ്റിവൽ ആണ് ഇപ്പോൾ മെയ് 14 മുതൽ 25 വരെ ഫ്രാൻസിൽ നടന്നിട്ടുള്ളത്. മലേഷ്യ മാസ്റ്റേഴ്സ് 2024 വനിതാ സിംഗിൾസ് ഫൈനലിൽ പരാജയപ്പെട്ട ബാഡ്മിന്റൺ കളിക്കാരന്റെ പേര് PV സിന്ധു. നമുക്കറിയാം PV സിന്ധുവെ കുറിച്ച്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് തന്നെ ഇന്ത്യയിലെ പ്രൊഫഷണൽ ബാഡ്മിന്റണിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു താരമാണ് PV സിന്ധു. 2 പ്രാവശ്യം ഒളിമ്പിക്സ് മെഡൽ നേടിയിട്ടുള്ള PV സിന്ധു ആണ് ഇപ്പോഴത്തെ മലേഷ്യൻ മാസ്റ്റേഴ്സ് 2024 ചൈനയിലെ വാങ്ഷിയിൽ നിന്ന് പരാജയം ഏറ്റുവാങ്ങിയത്. മലേഷ്യൻ മാസ്റ്റേഴ്സ് 2024 ഈ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത് ചൈനയിലെ വാങ്ഷിയും, 2ാം സ്ഥാനത്ത് റണ്ണേഴ്സപ്പ് ആയിട്ടുള്ളത് ഇന്ത്യയിലെ 2 പ്രാവശ്യം ഒളിമ്പിക് മെഡൽ നേടിയിട്ടുള്ള PV സിന്ധു ആണ്. ഈ മത്സരം നടന്നിട്ടുള്ളത് കുലാലംപൂരിൽ വെച്ചാണ്. അതായത് വിമൻസ് സിംഗിൾസ് ഫൈനൽ മലേഷ്യ മാസ്റ്റേഴ്സ്. ഇതിനു മുമ്പ് 2 വർഷം മുമ്പ്, അതായത് 2022 സിംഗപ്പൂർ ഓപ്പണിലാണ് PV സിന്ധുവിന് ഒരു കിരീടം ലഭിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഫൈനൽ മത്സരത്തിലാണ് പരാജയപ്പെട്ടത്. 2024 മെയ് 26 ചെന്നൈയിലെ MM ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ IPL 2024 വിജയിച്ച ടീം ഏത്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് സ്ഥിരമായിട്ട് പത്രങ്ങളിൽ കാണുന്ന ഒരു വിശേഷപ്പെട്ട വാർത്തയാണ് IPL. ഇതിന്റെ അവസാനമായിരുന്നു ഇന്നലെ, അതായത് മെയ് 26 ഈ മത്സരത്തിലാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചാമ്പ്യൻഷിപ്പ് പദവി നേടിയിട്ടുള്ളത്. പാരിതോഷികമായിട്ട് വിന്നേഴ്സിന് ലഭിക്കുന്ന തുകയായിരുന്നു 20 കോടി രൂപ. ഇത് കൽക്കട്ട നൈറ്റ് റൈഡേഴ്സ് കരസ്ഥമാക്കി. സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് റണ്ണേഴ്സപ്പ്. 12.5 കോടി രൂപയാണ് ഇതിന്റെ പാരിതോഷികം. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ മത്സരത്തിലെ അവാർഡ് തുക 10 ലക്ഷം രൂപയാണ്. അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് വ്യക്തിപരമായിട്ട് നൽകുന്ന തുകയാണ് 10 lakhs. ഇതിൽ എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ എന്ന അവാർഡ് നേടിയിട്ടുള്ളത് നിതീഷ് കുമാർ റെഡ്ഡിയാണ്, സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ. കൂടാതെ കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന്റെ സുനിൽ നരൈൻ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ എന്ന അവാർഡ് ലഭിച്ചപ്പോൾ ഓറഞ്ച് ക്യാപ്പ് എന്നാൽ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ലഭിക്കുന്ന അവാർഡാണ് ഇത് ലഭിച്ചിട്ടുള്ളത് വിരാട് കോഹ്ലിക്കാണ്. പഞ്ചാബ് കിങ്സിന്റെ ഹർഷാൽ പട്ടേലിനാണ് പർപ്പിൾ ക്യാപ്പ്, അതായത് ദ ബെസ്റ്റ് ബൗളിംഗിൽ വരുന്ന ഒരു അവാർഡ് ആണ് പർപ്പിൾ ക്യാപ്പ്. ഇപ്പോൾ ഓറഞ്ച് ക്യാപ്പ്, പർപ്പിൾ ക്യാപ്പ് ഇത് വളരെ പ്രധാനപ്പെട്ട ക്രിക്കറ്റിലെ 2 ടേംസ് ആണ്. ഏറ്റവും കൂടുതൽ 6 അവാർഡ് ലഭിച്ചിട്ടുള്ളത് അഭിഷേക് ശർമ്മയ്ക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ 4 ആണെങ്കിൽ ട്രവിസ് ഹെഡനാണ്. യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഏത് ദിവസമാണ് അന്താരാഷ്ട്ര മർക്കാർ ദിനമായി പ്രഖ്യാപിച്ചത്? 24 മെയ് 2024. ഇപ്പൊ മെയ് 24 ആയിരുന്നു അന്താരാഷ്ട്ര മർക്കാർ ദിനം. അതായത് ഇത്തരത്തിലുള്ള ഒരു ആടിന്റെ ഒരു ദിനമായിരുന്നു മെയ് 24. യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി മെയ് 24 എല്ലാ വർഷവും ഇനി ഇന്റർനാഷണൽ ഡേ ഓഫ് ദി മർക്കാർ ആയിട്ട് പ്രഖ്യാപിച്ചു. ആദ്യമായിട്ടാണ് ഈ വർഷം 2024 ഇന്റർനാഷണൽ ഡേ ഓഫ് മർക്കാർ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. മർക്കാർ എന്നത് ഒരു വൈൽഡ് കാപ്ര സ്പീഷ്യസ് ആണ്. ഇത് ഒരുതരം ആടാണ്. ഏതാണ്ട് 10 ഇനം ആടാണ് ഇന്നിപ്പോൾ ഉള്ളത്. അതിലെ ഒരു ഇനം ആണ് മർക്കാർ. കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഈ ആട് കാണപ്പെടുന്നത് സൗത്ത് ഏഷ്യ, സെൻട്രൽ ഏഷ്യയിലാണ്. അതായത് പാകിസ്ഥാൻ, ഇന്ത്യ, അഫ്ഗാനിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള കറോക്കരം റേഞ്ചിൽ, ഹിമാലയ എന്നീ ഭാഗങ്ങളിൽ കാണുന്ന ഒരിനം ആടാണ് മർക്കാർ. 2015 ഇതിനെ IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. കാരണം ഇതൊരു എൻഡേഞ്ചർ ആയിട്ടുള്ള ഒരു മൃഗമാണ്. അതായത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇനമാണ് മർക്കാർ. ഇന്നലെ മെയ് 26 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, കീവ് ആൻഡ് ലവീവ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആർ ഇൻ വിച്ച് കൺട്രി? കീവ്, ലവീവ് ലോക പൈതൃക കേന്ദ്രങ്ങൾ ഏത് രാജ്യത്താണ്? ഇതിന്റെ ഉത്തരം ഉക്രൈൻ. ഉക്രൈനിലെ 2 സിറ്റീസ് ആണ് കീവ്, അതുപോലെ തന്നെ ലവീവ്. കീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉക്രൈന്റെ ക്യാപിറ്റൽ ആണെന്നും, ലവീവ് എന്ന് പറയുന്ന ഇത് ഉക്രൈനിലെ ഒരു വലിയൊരു സിറ്റിയാണ്. അപ്പൊ ഈ 2 സിറ്റീസിനാണ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉള്ളത്. ഇത് രണ്ടും ഉക്രൈന്റെ ഭാഗമാണ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. കെയ്ൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രിക്സ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? പായൽ കപാഡിയ. കെയ്ൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അനസൂയ സെൻഗുപ്ത. ഏഷ്യൻ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ജിംനാസ്റ്റിക് ആരാണ്? ദീപ കർമാക്കർ. മലേഷ്യ മാസ്റ്റേഴ്സ് 2024 വനിതാ സിംഗിൾസ് ഫൈനലിൽ പരാജയപ്പെട്ട ബാഡ്മിന്റൺ കളിക്കാരന്റെ പേര് PV സിന്ധു. 2024 മെയ് 26 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ IPL 2024 വിജയിച്ച ടീം ഏത്?
കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി ഏത് ദിവസമാണ് അന്താരാഷ്ട്ര മർക്കാർ ദിനമായി പ്രഖ്യാപിച്ചത്? 24 മെയ് 2024. ഇന്ന് മെയ് 27. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, വിച്ച് ടീം വൺ ദി ഇനോഗ്രൽ എഡിഷൻ ഓഫ് ദി ഇന്ത്യൻ പ്രീമിയർ ലീഗ്? ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഉദ്ഘാടന പതിപ്പിൽ വിജയിച്ച ടീം ഏത്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ആകാംക്ഷ അത് നമുക്കുണ്ടെങ്കിൽ എവിടെയും വിജയിക്കാൻ സാധിക്കും. അതിന് വേണ്ടത് പ്രയത്നമാണ്. പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ, അല്ലാതെ നമുക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. അതിന് വേണ്ടത് നമുക്ക് സമയം, അതുപോലെ തന്നെ 100% ആ ഒരു മേഖലയിലേക്കുള്ള കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ അതിനുവേണ്ടി ശ്രമിക്കുക. നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.